ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ദർസ് മുസ്ലിങ്ങളും രാഷ്ട്രീയവും, ഖുർആനും സുന്നത്തും സലഫുസ്സാലിഹീങ്ങളുടെയും മാർഗം. ബാറക്കല്ലാഹു ഫീക്കും. അധികാരത്തിനു മുമ്പ് ആത്മശുദ്ധി ഇസ്ലാം ആരംഭിച്ചത് രാഷ്ട്രീയ പ്രസ്ഥാനം ആയിട്ടല്ല. ഇസ്ലാം ആരംഭിച്ചത് തൗഹീദ്, ഈമാൻ, സംസ്കരണം എന്നിവയിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 13 വർഷം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ അധികാരമില്ലാതെ, ഒരു രാഷ്ട്രമില്ലാതെ, അധികാരം തേടാതെ അദ്ദേഹം പ്രബോധനം ചെയ്തത് ശരിയായ വിശ്വാസവും ശരിയായ ആരാധനാകർമ്മങ്ങളും ശരിയായ സ്വഭാവവും എന്നിവയിൽ ഊന്നിക്കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരം നേടിയത് രാഷ്ട്രീയ പ്രബോധനത്തിലൂടെ, രാഷ്ട്രീയ ദഅവത്തിലൂടെ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാഷ്ട്രീയ പ്രവർത്തകനായിട്ടല്ല അധികാരം നേടിയത്. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് സഹാബാക്കളെ റളിയല്ലാഹു അൻഹും ആ ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളാക്കിയതിനായിട്ട് നമുക്ക് തെളിവ് വേണം. ഒരു തെളിവും പ്രമാണങ്ങളിലില്ല. ബാറക്കല്ലാഹു ഫീക്കും. 13 വർഷം മക്കയിൽ പീഡനം, ഉപദ്രവങ്ങൾ, ബഹിഷ്കരണം. എങ്കിലും രാഷ്ട്രീയ പ്രചാരണമോ പ്രബോധനമോ ആക്ടിവിസം എന്നിവർ പറയുമല്ലോ, പ്രക്ഷോഭ സമരങ്ങളോ ഉണ്ടായിട്ടില്ല. അധികാരം പിടിക്കാൻ ശ്രമിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഗോത്രങ്ങളുമായി രാഷ്ട്രീയ കരാറുകൾ, അധികാരത്തിനായുള്ള കൂട്ടുകെട്ടുകൾ, പ്രക്ഷോഭ സമരങ്ങൾ എല്ലാം ചെയ്യാമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തിട്ടില്ല. കാരണം അല്ലാഹു കൽപ്പിച്ചിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. അദ്ദേഹം ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പഠിപ്പിച്ചു, ഹൃദയങ്ങൾ ശുദ്ധീകരിച്ചു, സ്വഭാവം നന്നാക്കി. അധികാരം വന്നത് ദഅവത്തിലൂടെയാണ്, പ്രബോധന പ്രവർത്തനങ്ങളിലൂടെയാണ്, ആത്മസംസ്കരണത്തിലൂടെയാണ്. അങ്ങനത്തെ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ സഹായത്തിലൂടെയാണ്, അല്ലാതെ രാഷ്ട്രീയ പ്രബോധന പ്രചാരണത്തിലൂടെയല്ല. ബാറക്കല്ലാഹു ഫീക്കും. ഒരു തെളിവുമില്ല. ഈ വീഡിയോൻ്റെ ഇതേ ചാനലിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അധികാരത്തിൽ വന്നു എന്നതിൻ്റെ പ്രമാണങ്ങളുടെ വ്യക്തമായ തെളിവുകളും വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ പോയാൽ, ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ലിങ്കുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഇൻഷാ അല്ലാഹ് വായിക്കാം. അള്ളാഹു പറയുന്നു സൂറത്ത് റാഅദിൽ 13-ാം അധ്യായം 11-ാം വചനം, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. നിശ്ചയമായും ഒരു ജനതയും അവർ സ്വന്തത്തിൻ്റെ സ്ഥിതിഗതികളെ മാറ്റം വരുത്തുന്നത് വരേക്കും അവരിൽ നിലവിലുള്ള സ്ഥിതിക്ക് അള്ളാഹു മാറ്റം വരുത്തുകയില്ല. ഇത് അള്ളാഹുവിൻ്റെ നിയമമാണ്. മാറ്റം ആരംഭിക്കുന്നത് രാഷ്ട്രീയത്തിൽ നിന്നല്ല, അത് സ്വന്തത്തിൽ നിന്നാണ്. ബാറക്കല്ലാഹു ഫീക്കും. അത് ഈ വചനത്തിൽ നിന്നും വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഖുർആനിൽ ഉണ്ട്, ആയത്തുണ്ട്, വചനമുണ്ട്. അധികാരം ലഭിക്കുമെന്ന് സന്തോഷ വാർത്ത ലഭിച്ചിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ പ്രബോധന പ്രചാരണ പ്രവർത്തന ആക്ടിവിസമൊന്നും, പ്രക്ഷോഭ സമരങ്ങളൊന്നും നടത്തിയിട്ടല്ല അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരം കൊടുത്തത്. ആ അധികാരത്തിൻ്റെ പ്രവചനം പൂർത്തിയായത്, ആ ദുആ അതിന് ഫലം കണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും.
ഇനി സഹാബികൾ റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യം നോക്കാം. സഹാബിമാർ റളിയല്ലാഹു അൻഹു അധികാരം തേടിയവരായിരുന്നില്ല. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുത്സാഹപ്പെടുത്തിയതാണ്. അവർ നേതൃത്വത്തെ ഭയപ്പെട്ടവരായിരുന്നു. അധികാരം ഒരു ഭാരവും പരീക്ഷണവുമായിട്ടാണ് അവർ കണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. 2 പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട്, ഇത് സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്, നമ്മുടെ ഇന്ന സ്ഥലത്തെ ഗവർണർമാരാക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ അബ്ദുറഹ്മാനെ, അധികാരം നീ ചോദിക്കരുത്. ചോദിച്ച് അധികാരം നൽകപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം നിൻ്റെ മേലായിരിക്കും. എന്നാൽ ചോദിക്കാതെ അധികാരം ലഭിച്ചാൽ നീ അള്ളാഹുവിനാൽ അതിൽ സഹായിക്കപ്പെടും. ഇത് സഹീഹ് ബുഖാരിയിലെ 7146 ഹദീസാണ്. ഇതാണ് പ്രവാചക മാതൃക. ചോദിക്കാതെ അധികാരം ലഭിച്ചാൽ അപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളെടുക്കേണ്ടി വരും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇതാണ് കാരണം. നമുക്ക് പ്രവാചകൻ ആണ് മാതൃക, ആർക്കും അതിൽ സംശയമില്ല. അള്ളാഹും അത് വ്യക്തമാക്കിയതാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. നിശ്ചയമായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതായത് അള്ളാഹുവിനെയും അന്ത്യദിനത്തിനെയും പ്രതീക്ഷിച്ച് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയും അള്ളാഹുവിനെ ധാരാളമായും ഓർമ്മിക്കുകയും ചെയ്യുന്നവർക്ക്. ഇത് സൂറത്ത് അഹ്സാബ് 33-ാം അധ്യായം 21-ാം വചനമാണ്. അതുകൊണ്ട് അധികാരം തേടൽ അത് ഇസ്ലാമികമല്ല. ബാറക്കല്ലാഹു ഫീക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭരണം ലഭിച്ചത് പറഞ്ഞല്ലോ, രാഷ്ട്രീയ പ്രബോധനത്തിലൂടെയോ പ്രവർത്തനത്തിലൂടെയോ അല്ല, അധികാരം തേടിക്കൊണ്ടല്ല. അതുകൊണ്ട് ആവർത്തിക്കുന്നു, ആ രീതി പ്രവാചക മാതൃകയല്ല, സഹാബാക്കൾ റളിയല്ലാഹുവിൻ്റെ മാതൃകയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും പ്രബോധനം നിർവഹിക്കുകയും അങ്ങനെ ഒരു ഉത്തമ സമൂഹമുണ്ടായപ്പോൾ മദീനക്കാർ അദ്ദേഹത്തെ ക്ഷണിച്ചു. അങ്ങനെ അദ്ദേഹം മദീനയിൽ ഭരണാധികാരിയാവുകയാണ് ഉണ്ടായത്. അല്ലാതെ മക്കയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരം ലഭിക്കുമെന്ന് വഹി മുഖേന അറിവ് ലഭിച്ചിട്ടും എനിക്ക് അധികാരം നൽകിയാൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു തരാമെന്ന വാഗ്ദാനങ്ങളോ നല്ലൊരു ഇസ്ലാമിക ഭരണം കൊണ്ടുവരാമെന്നോ പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനമോ രാഷ്ട്രീയ പ്രബോധനമോ അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല. അധികാരത്തിനു വേണ്ടി മോഹമുണ്ടായിട്ടില്ല, അതിനു വേണ്ടി പണിയെടുത്തിട്ടില്ല. അതുകൊണ്ട് ആ രീതികളൊന്നും പ്രവാചക മാതൃക അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പിൽക്കാലത്ത് ധാരാളം ഭിന്നതകൾ വന്നാൽ ആ ഭിന്നതകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള പരിഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തും മുറുകെ പിടിക്കുക എന്നതാണ്. തിർമിദിയും അബൂദാവൂദും റിപ്പോർട്ട് ചെയ്ത സഹീഹ് ഹദീസുകളാണ്. അപ്പോൾ ഭിന്നതകൾ വരും, നമ്മളിന്ന് കാണുന്നുണ്ട്, ആ പ്രവചനം പുലർന്നതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഭൂരിപക്ഷ അഭിപ്രായം നോക്കാനല്ല പറഞ്ഞത്, നാട്ടു നടപ്പ് നോക്കാനല്ല പറഞ്ഞത്, പ്രസിദ്ധരായവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാനല്ല പറഞ്ഞത്. യോഗം ചേർന്ന് വികാരത്തിൻ്റെയും ഒക്കെ വികാരത്തോടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് നടപ്പിലാക്കാനല്ല പറഞ്ഞത്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖുലഫാഉർ റാഷിദീൻ്റെയും സുന്നത്ത് മുറുകെ പിടിക്കാനാണ് പറഞ്ഞത്. ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്ത് റളിയല്ലാഹു അൻഹും അവരിൽ ഒരാളോ അല്ലെങ്കിൽ ശൂറ കമ്മിറ്റിയോ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോ റളിയല്ലാഹു അൻഹും അതുകൊണ്ട് അവർക്കൊക്കെ അധികാരം ലഭിച്ചത് ചോദിക്കാതെയാണ്. ചിലർ പറയുന്നു ഈ ശൂറ കമ്മിറ്റി ജനാധിപത്യമാണെന്ന്. ഒരിക്കലുമല്ല. ജനാധിപത്യമെന്നാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നിയമങ്ങളുണ്ടാക്കുന്നു. ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്നാണല്ലോ അങ്ങനെ പറയാം. ഇവിടെ ഈ ജനാധിപത്യത്തിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങളല്ല നടപ്പിലാക്കുക. അതുകൊണ്ട് ജനാധിപത്യം അനിസ്ലാമികമാണ്. ഇസ്ലാമിലെ ശൂറ കമ്മിറ്റി അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് നടപ്പിലാക്കുക. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് മഹാന്മാരായ സഹാബിമാർ റളിയല്ലാഹു അൻഹും
കുഴപ്പങ്ങളിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. അവർ ആരാധനയിലും വിജ്ഞാനത്തിലും പ്രബോധനത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ദീൻ സംരക്ഷിക്കാൻ രാഷ്ട്രീയ കലഹങ്ങളിൽ നിന്ന് അകന്നു. അവരുടെ ലക്ഷ്യം അധികാരം നേടലല്ല, മറിച്ച് ദീൻ സംരക്ഷിക്കലായിരുന്നു, മതം സംരക്ഷിക്കലായിരുന്നു. 4 ഖുലഫാക്കളും രാഷ്ട്രീയ ആക്ടിവിസത്തിലൂടെ വന്നവരല്ല, പ്രക്ഷോഭ സമരങ്ങളിലൂടെ വന്നവരല്ല. 4 ഖുലഫാഉർ റാഷിദീൻ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടവർ. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഇവർ ആരും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിട്ടില്ല, അധികാരം തേടി മത്സരിച്ചിട്ടില്ല, രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയിട്ടില്ല. അധികാരം വന്നത് സഹാബിമാരുടെ ഐക്യത്തിലൂടെ, യോഗ്യതയും തഖ്വയും കൊണ്ട്. അധികാരം തേടിയവരല്ല അവർ, അധികാരം ഭയപ്പെട്ടവരായിരുന്നു അവർ. ക്രൂരനായ ഹജ്ജാജിൻ്റെ ഭരണകാലത്ത് നടന്ന സംഭവങ്ങൾ, ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ കാലം, അതിക്രൂരമായ ഭരണം സഹാബിമാരെ വരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. എന്നാൽ സഹാബിമാർ രാഷ്ട്രീയ വിപ്ലവം നടത്തിയിട്ടില്ല, ആയുധ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടില്ല, പൊതുജനങ്ങളെ തെരുവിലിറക്കിയിട്ടില്ല. ഇത് ഭീരുത്വം കൊണ്ടല്ല, സുന്നത്ത് കൊണ്ടായതുകൊണ്ടാണ്. അള്ളയും റസൂലും പഠിപ്പിച്ചതെങ്ങനെയോ അങ്ങനെ അവർ ചെയ്യുകയാണ്. അവർക്ക് മാത്രമല്ലേ സ്വർഗം കിട്ടുകയുള്ളൂ. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലയുടെ 2 മഹത്തായ വാക്കുകളുണ്ട് ഈ കാലഘട്ടത്തിൽ. ഹസൻ അൽ ബസ്രി റഹിമഹുല്ല സഹാബികളിൽ നിന്ന് നേരിട്ട് പഠിച്ച മഹാനായ താബീ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് ഈ ക്രൂരനായ ഭരണാധികാരി ഹജ്ജാജ്. അള്ളാഹുവിൻ്റെ ശിക്ഷ വാളുകൾ കൊണ്ട് നീക്കപ്പെടുകയില്ല, തൗബയും ഇസ്തിഗ്ഫാറും കൊണ്ട് മാത്രമേ നീക്കപ്പെടുകയുള്ളൂ. അങ്ങനെ അന്നത്തെ ആ കാലഘട്ടത്തിൽ വാളെടുത്തവരൊക്കെ പരാജയപ്പെട്ടു. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ടും ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇവരെ കൊണ്ടൊരു ഗുണവും ഉണ്ടായിട്ടില്ല, ദോഷമേ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ ഹജ്ജാജിനെതിരെ തിരിയരുത്, നിങ്ങളങ്ങനെ ചെയ്താൽ അത് രക്തപ്പുഴകളിലേക്കാണ് നിങ്ങളെ നയിക്കുക. പക്ഷെ അദ്ദേഹം തടഞ്ഞെങ്കിലും യുവാക്കൾ അത് ഭരണാധികാരിക്കെതിരെ തിരിഞ്ഞു, അവിടെ രക്തച്ചോരയുണ്ടായി, അവരെല്ലാവരും പരാജയപ്പെട്ടു. അതുകൊണ്ട് ഹസൻ അൽ ബസ്രി റഹിമഹുല്ലയെ പോലെയുള്ളവരാണ്, അവരൊക്കെ ദീർഘദർശനമാണ് ഇത് അവരുടെയൊക്കെ ദീർഘദർശനമാണ് ഇതൊക്കെ കാണിക്കുന്നത്. പിന്നെ ചില ബിദീ കക്ഷികൾ, ജമാഅത്ത് ഇസ്ലാമി, ഇഖ്വാനുൽ മുസ്ലിമീനെ പോലെ കക്ഷികൾ, അവർ പറയും സഹാബാക്കൾ ഭരണാധികാരികൾക്ക് തിരിഞ്ഞിട്ടുണ്ട്. ജമൽ യുദ്ധം, സിഫീൻ യുദ്ധം, ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കർബല യുദ്ധം ഒക്കെ അവർ കെട്ടുകഥകളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ സംസാരിക്കുന്നത്. എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കിതാബുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, അവരാരും ഭരണാധികാരിക്കെതിരെ തിരിഞ്ഞിട്ടില്ല. അതേപോലെ ഉമർ റളിയല്ലാഹുവിൻ്റെ തെളിവുകൾ അവർ പറയും, ഭരണാധികാരിയെപ്പോൾ അദ്ദേഹത്തെ വിമർശിച്ചത്. ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യവും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ തെളിവുകളും നിങ്ങൾക്ക് ഇതേ വീഡിയോ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ സഹാബാക്കൾ ഭരണാധികാരികൾക്കെതിരെ ജിഹാദ് ചെയ്തിരുന്നു എന്ന തലക്കെട്ടിൽ നിങ്ങൾക്കൊരു ലിങ്ക് കാണാം. ഈ വീഡിയോ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ. അത് നിങ്ങൾ തുറന്നാൽ നിങ്ങൾക്കത് വിശദമായി വായിക്കാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. ബാറക്കല്ലാഹു ഫീക്കും. മഹാനായ ഇമാമുകൾ, സഹാബാക്കൾ റളിയല്ലാഹുവിന് ശേഷം വന്നതാണ് മഹാന്മാരായ ഇമാമുകൾ. മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത, എല്ലാവരും അംഗീകരിക്കുന്ന ഇമാമുകൾ. ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫി, ഇമാം അഹമ്മദ് റഹിമഹുല്ലാ, ഇവരെല്ലാവരും അനീതിയുള്ള ഭരണാധികാരികളുടെ കാലത്ത് ജീവിച്ചവരായിരുന്നു. അവർ രാഷ്ട്രീയ വിപ്ലവങ്ങൾ നടത്തിയിട്ടില്ല. അവർ പഠിപ്പിക്കാനും ഗ്രന്ഥങ്ങൾ എഴുതാനും അവരുടെ ജീവിതം സമർപ്പിച്ചു. ചിലർ തടവിലാക്കപ്പെട്ടു, മർദ്ദിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു. എന്നാൽ അവർക്കറിയാമായിരുന്നു അള്ളാഹു അവരെ ഒരു മഹത്തായ ദൗത്യത്തിനാണ് തിരഞ്ഞെടുത്തത്. അള്ളാഹു പറഞ്ഞു, നാം തന്നെയാണ് ഈ ദിക്ർ അവതരിപ്പിച്ചത്, ഇന്നാ നഹ്നു ലഹു ഹാഫിളൂൻ, നാം തന്നെ അതിനെ സംരക്ഷിക്കും. ഇത് 15-ാം അധ്യായം 9-ാം വചനത്തിൽ പറയുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു ദീൻ സംരക്ഷിച്ചത് ഈ മഹാന്മാരായ പണ്ഡിതന്മാരിലൂടെയാണ്, അല്ലാതെ രാഷ്ട്രീയക്കാരിലൂടെയല്ല. ബാറക്കല്ലാഹു ഫീക്കും. അവരുടെ ഈ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ അതുകൊണ്ട് സത്യത്തെ തേടുന്ന എല്ലാ മുസ്ലിങ്ങൾക്കും പ്രയോജനമായി.
അവർ ആ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചത് കൊണ്ടാണ് നമുക്കിന്ന് അൽഹംദുലില്ലാ സത്യം പഠിക്കാനും മനസ്സിലാക്കാനും ഇന്നും എന്നും നമുക്ക് ആ ഗ്രന്ഥങ്ങൾ ഉപകാരപ്പെടുന്നത്. അതുകൊണ്ട് അള്ളാഹു അവരിലൂടെയാണ് അവരിലൂടെയും കൂടെയാണ് ഈ ദീനിനെ, ഈ മതത്തെ സംരക്ഷിച്ചത്. അവർ അതൊന്നും എഴുതാതെ ഈ രാഷ്ട്രീയത്തിലും അതിലൊക്കെ ഇടപെട്ടിരുന്നുവെങ്കിൽ നമുക്കിന്ന് ദീൻ ലഭിക്കുമായിരുന്നില്ല. ബാറക്കല്ലാഹു ഫീക്കും. ഒറ്റ ഇമാമിൻ്റെ തെളിവ് നമുക്കെടുക്കാം. ഇമാം അഹമ്മദ് റഹിമഹുല്ല രാഷ്ട്രീയത്തിനല്ല പരിഗണന നൽകിയത്, വിശ്വാസത്തിനാണ്. ഇമാം അഹമ്മദ് റഹിമഹുല്ല ഭരണാധികാരികളുടെ വിദഗ്ധ് ഖുർആൻ സൃഷ്ടിയാണ് എന്ന അവരുടെ ആ വിധിവാദം എതിർത്തു. പക്ഷേ രാഷ്ട്രീയത്തെ എതിർത്തിട്ടില്ല, രാഷ്ട്രീയ പ്രക്ഷോഭം നടത്തിയിട്ടില്ല. അദ്ദേഹത്തെ തടവിലാക്കി മർദ്ദിച്ചു, ജയിലിൽ അടക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തോട് ചിലർ പറഞ്ഞു, പ്രതിഷേധ സമരം നടത്താൻ ആവശ്യപ്പെട്ടു ഭരണാധികാരിക്കെതിരെ. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇല്ല, അത് രക്തം ചിന്താൻ കാരണമാകും. മാത്രമല്ല അത് സുന്നത്തല്ലല്ലോ, അള്ളാഹു പഠിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇമാം അഹമ്മദിന് അറിയാമായിരുന്നു രാഷ്ട്രീയ കലാപം അത് രക്തചിന്തയിലേക്ക് നയിക്കുള്ളൂ, അത് ദീനിന് നഷ്ടമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അധികാരവുമായി ബന്ധപ്പെട്ട 2 വചനങ്ങളാണ്. ഒന്ന് സൂറത്ത് നൂറിലെ 24-ാം അധ്യായം 55-ാം വചനം, വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി ലിയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതളാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനൻ യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ഷൈഅ. അപ്പോൾ ഈ വചനത്തിൽ അള്ളാഹു ആർക്കാണ് ഇസ്ലാമിക ഭരണം നൽകുക എന്നാണ് പഠിപ്പിക്കുന്നത്. ആർക്കാണത് നൽകുക, ആർക്കാണ് നൽകുക, അതിൻ്റെ ഉപാധികൾ എന്തൊക്കെ, ഇതാണ് അള്ളാഹു ഈ വചനത്തിൽ പഠിപ്പിക്കുന്നത്. അള്ളാഹു പറയുന്നു, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവരുടെ മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ നിശ്ചയമായും ഭൂമിയിൽ അവർക്ക് അവൻ പ്രാതിനിധ്യം നൽകുന്നതാണ്. അവർക്ക് അവന് തൃപ്തിപ്പെട്ടു കൊടുത്തിട്ടുള്ള അവരുടെ മതത്തിന് സ്വാധീനം നൽകുന്നതാണ്. അവർക്ക് ഭയത്തിന് ശേഷം നിർഭയത്തെ പകരം നൽകുകയും ചെയ്യും. എന്താ അതിന് ചെയ്യേണ്ടത്? എന്നോട് യാതൊന്നും പങ്കുചേർക്കരുത്, എന്നെ ആരാധിച്ചു വരുന്നു. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ ആയത്തിൽ പറയുന്നതാണ് നമ്മളെ വിശ്വാസം ശരിയായിരിക്കണം, നമ്മളെ സൽക്കർമ്മങ്ങൾ അത് സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, ബിദ്അത്ത് ചെയ്യരുത്. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി. അപ്പോൾ തൗഹീദായിരിക്കണം, സൽക്കർമ്മങ്ങളായിരിക്കണം, സുന്നത്തായിരിക്കണം, ബിദ്അത്തുകൾ ഉണ്ടാകരുത്, ഹറാമുകൾ ഉണ്ടാകരുത്. അവർക്കാണ് അള്ളാഹു ഈ ഇസ്ലാമിക ഭരണം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അവർക്കാണപ്പം നിർഭയത്വം വരാം, മതത്തിന് സ്വാധീനം വരാം. ഇനി ആലി ഇമ്രാനിലെ ആയത്ത് നോക്കൂ, 3-ാം അധ്യായം 26-ാം വചനം, ഖുലില്ലാഹുമ്മ മാലിക്കുൽ മുൽക്കി തൂത്തിയൽ മുൽക്ക് മിൻ മൻ തശാ വതൻസിയുൽ മുൽക മിമ്മൻ തശാ. നബിയെ പറയുക, അള്ളാഹുവെ രാജാധിപത്യത്തിൻ്റെ ഉടമസ്ഥനെ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ രാജാധിപത്യം കൊടുക്കുന്നു, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ രാജാധിപത്യം നീക്കിക്കളയുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹ് അധികാരം കൊടുക്കും. അതാരുമാകാം, കുറന്മാരായ ഭരണാധികാരികൾക്ക് നൽകിയിട്ടുണ്ട്, ഇനിയും നൽകാം. ഫിർഔൻ വന്നില്ലേ, ഹിറ്റ്ലർ വന്നില്ലേ, ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ഷിയാക്കൾ വന്നില്ലേ അധികാരത്തിൽ. അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കും. അതേപോലെ ഇന്നത്തെ വിധി കക്ഷികൾ അവർ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്നുണ്ട്. വിധേയത്താണ് അവരുടെ കർമ്മങ്ങളിൽ അധികവും. അവർക്കും അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു അധികാരം കൊടുക്കും. അതൊന്നും എന്താണ് ഇസ്ലാമിൻ്റെ വിജയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. കാരണം അവരിൽ യഥാർത്ഥ തൗഹീദോ അല്ലെങ്കിൽ യഥാർത്ഥ സുന്നത്തിൻ്റെ ആളുകളല്ല. അവരിൽ വിദഅത്തുകളും തെറ്റായ വിശ്വാസങ്ങളുമാണ് അവരിലുള്ളത്. അവർക്കും അള്ളാഹു അധികാരം കൊടുക്കും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നമ്മൾ ഈ വേർതിരിവ് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇസ്ലാമികമായിട്ടുള്ള ആ അധികാരം അത് തൗഹീദ് ശരിയായ സുന്നത്തുകളുള്ള ബിദ്അത്തുകളില്ലാത്ത ഹറാമുകളില്ലാത്തവർക്കേ അള്ളാഹു കൊടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ബിദ്അത്തിൻ്റെ ആളുകൾ അധികാരത്തിൽ വരുമ്പം അവിടെ നിർഭയത്തുണ്ടോ? ഇല്ല. അവിടെ മതത്തിന് സ്വാധീനമുണ്ടോ? ഇല്ല.
കാരണം എന്താ? അവർ ശരിയായ രീതിയിലല്ല, ശരിയായ വിശ്വാസത്തിലല്ല, ശരിയായ സുന്നത്തിലല്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഭരണാധികാരികൾ നമുക്ക് നൽകുന്നത് അത് നമ്മുടെ പ്രതിഫലനമാണ്, നമ്മുടെ ദുഷിച്ച കർമ്മങ്ങൾ കൊണ്ടാണ്. അള്ളാഹു പറയുന്നു, അവർ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഫലമായി മറ്റു ചില അക്രമികൾക്ക് അധികാരികളാക്കിയിരിക്കുന്നു. ഇത് ഖുർആനിലെ 6-ാം അധ്യായം 129-ാം വചനാണ്. വകസാലിക നുവല്ലി ബഅദൽ ളാലിമീന ബഅദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിച്ച മഹാനായ സഹാബി പണ്ഡിതൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വഹീന് സാക്ഷിയായ ഖുർആൻ്റെ അർത്ഥങ്ങൾ നബി സല്ലല്ലാഹു നേരിട്ട് കേട്ട് പഠിച്ച മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതിൻ്റെ തഫ്സീറിൽ അൽ ബഗാവിയിൽ കാണാം, ദുഷ്ട ഭരണാധികാരികളെ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ദോഷം കൊണ്ടാണ്. അതുകൊണ്ട് നല്ല ഭരണാധികാരികളെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ നന്നായേ പറ്റുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ദുഷ്ടഭരണാധികാരികൾ നമുക്കൊരു ശിക്ഷയാണ്. അവർ സമൂഹത്തിൻ്റെ അവസ്ഥയുടെ പ്രതിഫലനമാണ്. ശിർക്കും ബിദ്അത്തുകളും ഹറാമുകളും വ്യാപകമാകുമ്പോൾ, നിസ്കാരം ഉപേക്ഷിക്കപ്പെടുമ്പോൾ, സുന്നത്ത് അവഗണിക്കപ്പെടുമ്പോൾ അള്ളാഹു ഇത്തരത്തിലുള്ള ഭരണാധികാരികളെ നമുക്ക് തരുന്നു. അതിനുള്ള പരിഹാരം അത് ഭരണാധികാരികളെ മാറ്റിയത് കൊണ്ട് മാത്രമായില്ല, വോട്ട് ചെയ്തത് കൊണ്ട് മാത്രമായില്ല, നമ്മെ മാറ്റുക എന്നതാണ്. ബാറക്കല്ലാഹു ഫീക്കും. നമ്മളിൽ ശരിയായ വിശ്വാസം ഉണ്ടാവുകയാണ്, നമ്മളിൽ സുന്നത്തുകൾ ഉണ്ടാവുകയാണ്, നമ്മൾ ബിദ്അത്തുകൾ ഒഴിവാക്കുകയാണ്, നമ്മൾ ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് മാത്രം നല്ല ഭരണാധികാരികൾ വരില്ല. രാഷ്ട്രീയ മാറ്റം കൊണ്ട് മാത്രം നമ്മുടെ മുസ്ലിം സമൂഹം ഉയരുകയില്ല. അതുകൊണ്ട് നല്ല ഭരണാധികാരികൾ വരുന്നത് നമ്മൾ ശരിയാവുമ്പോഴാണ്, നമ്മൾ തൗബ ചെയ്യുമ്പോഴാണ്. തൗബയുടെ എല്ലാ ഷർത്തുകളും പൂർത്തിയാക്കി തൗബ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത തിന്മ ഉടനെ നിർത്തുക. ആ തിന്മയിലേക്ക് പിന്നെ മടങ്ങരുത്. ആ തിന്മ ചെയ്തതിൽ അങ്ങേയറ്റം ഖേദിക്കുക. അങ്ങനെ നമ്മൾ സുന്നത്തിലേക്ക് മടങ്ങുമ്പോഴാണ് നമുക്ക് നല്ല ഭരണാധികാരികളെ ലഭിക്കുക. ഇന്ത്യൻ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്, ബഹുമത സമൂഹത്തിലാണ് അവർ ജീവിക്കുന്നത്. നമ്മുടെ മുൻഗണനകൾ നമ്മുടെ ഈമാൻ സംരക്ഷിക്കലാണ്, നമ്മുടെ വിശ്വാസം ശരിയാക്കലാണ്, സുന്നത്തുകൾ നമ്മൾ നിർവഹിക്കലാണ്, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കലാണ്, ബിദ്അത്തുകൾ ഒഴിവാക്കലാണ്. ഇസ്ലാമിന് യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്നും ഖുർആനും സുന്നത്തും സഹാബികൾ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവരുന്ന പൂർവികരും ആധുനികരുമായ പണ്ഡിതന്മാരിൽ നിന്നും മാത്രം നമ്മൾ ഇസ്ലാമിനെ പഠിക്കലാണ്. ബാറക്കല്ലാഹു ഫീക്കും. കാരണം പറഞ്ഞല്ലോ, സഹാബാക്കളാണ് ഖുർആൻ ഇറങ്ങിയതിന് സാക്ഷികളായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥം പഠിപ്പിച്ചു കൊടുത്തത്, വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തത് ഒക്കെ സഹാബാക്കൾക്കാണ്. ആ സഹാബാക്കൾ എങ്ങനെ ജീവിച്ചു, പിന്നെ അതിനുശേഷമുള്ള ഇന്ന് വരെയുള്ള പണ്ഡിതന്മാർ ആരൊക്കെയാണ് ആ സഹാബാക്കളെ ജീവിതത്തിൽ കർമ്മത്തിൽ കൊണ്ടുവരുന്നത്? അവരുടെ ഗ്രന്ഥങ്ങൾ പഠിക്കുക, അവരുമായി ബന്ധം സ്ഥാപിക്കുക. അതേപോലെ മക്കൾക്ക് ഖുർആനും സുന്നത്തും അതേപോലെ പഠിപ്പിക്കുക. മസ്ജിദുകളും മദ്രസകളും കുടുംബങ്ങളും ശക്തിപ്പെടുത്തുക. നാം ചെയ്യാൻ പാടില്ല ഒരിക്കലും രാഷ്ട്രീയത്തെ ദീനിൻ്റെ കേന്ദ്രമാക്കൽ. മുസ്ലിം സമൂഹത്തിൽ അത് കൂടുതൽ ഭിന്നത ഉണ്ടാക്കുകയാണ് ചെയ്യുക. പാർട്ടി വിശ്വാസത്തെ മതവിശ്വാസമാക്കരുത്. രാഷ്ട്രീയമാണ് ഇസ്ലാമിൻ്റെ പരിഹാരമെന്ന് പറയരുത്. അത് മുസ്ലിം സമൂഹത്തെ ദുർബലമാക്കുകയും യഥാർത്ഥ പരിഷ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയും ചെയ്യുകയുള്ളൂ. നാം ചെയ്യേണ്ടത് ഷർത്തുകളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ള തൗബയാണ്, ആത്മശുദ്ധിയുമാണ്, നമ്മൾ സംസ്കരിക്കലാണ്. അവർക്ക് മാത്രമേ വിജയം സാധിക്കുകയുള്ളൂ. ഇസ്ലാമിൻ്റെ പേരിൽ കലഹവും വിദ്വേഷവും സൃഷ്ടിക്കരുത്. ഭരണാധികാരികൾക്കെതിരിൽ ഭരണവിരുദ്ധ വിപ്ലവം നടത്തുന്നവരെ കുറിച്ച് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞു, ഫലാ അഖൂമു ദീനൻ വലാ അബ്കു ദുനിയ. അവർ ദീനിനെ സ്ഥാപിച്ചതുമില്ല, ദുനിയാവിനെ ബാക്കി വെച്ചതുമില്ല. ഇത് മിൻഹാജു സുന്ന അൻ-നബവിയ്യ 4-ാം വോള്യം 528 പറഞ്ഞതാണ്. അല്ലേ? ഇത് നമുക്കിന്ന് യാഥാർത്ഥ്യമാണ്, നമ്മളിന്ന് സാക്ഷികളാണ്.
ബാറക്കല്ലാഹു ഫീക്കും. ഭരണാധികാരികൾക്കെതിരെ തിരിയുന്ന നാടുകൾ നോക്കൂ, മുസ്ലിം നാടുകൾ നോക്കൂ. അവർ ദീനിനെ സ്ഥാപിച്ചോ? ഇല്ല. ദുനിയാവിനെ ബാക്കിയാക്കിയോ? ഇല്ല. രാഷ്ട്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ബാറക്കല്ലാഹു ഫീക്കും. പരിധി യാഥാർത്ഥ്യമാണ്. ഇന്ന് നമുക്കിത് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ തിരുത്തിയേ പറ്റൂ. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി തൗബ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഭരണാധികാരികളുടെ പാപങ്ങൾ വിപ്ലവത്തിനുള്ള കാരണമാക്കരുത്. മുസ്ലിം ഭരണാധികാരികളെ നീക്കണമെങ്കിൽ അവരിൽ നിന്ന് വ്യക്തമായ കുഫറിൻ്റെ തെളിവ് സ്ഥാപിക്കപ്പെടണം. ഇനി അങ്ങനെ സ്ഥാപിക്കപ്പെട്ടാലും ഭരണാധികാരികൾക്കെതിരെ തിരിഞ്ഞാൽ അത് കൂടുതൽ തിന്മയാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നതെങ്കിൽ, രക്തം ചിന്തുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ അപ്പോഴും ഭരണാധികാരിക്കെതിരെ തിരിയരുത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാരികളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. അവർക്കെതിരെ പ്രക്ഷോഭ സമരം നടത്തരുത്. അത് നരകശിക്ഷക്കാവുന്ന വിധത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണ് ബിദ്അത്തുകൾ. ജനാധിപത്യം നടപ്പിലാക്കുന്ന ഒരു രാജ്യത്തിലാണെങ്കിൽ പോലും നമ്മൾ സമരം നടത്തരുത്. ആ രാജ്യത്തെ ഇസ്ലാമിൻ്റെ നിർമ്മാണത്തിന് വിരുദ്ധമല്ലാത്ത നിയമങ്ങൾ അനുസരിക്കുകയും ചെയ്യുക. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, പ്രതിഷേധ സമരങ്ങളെല്ലാം തിന്മയാണ്, ഭരണാധികാരി അനുവാദം നൽകിയാലും ഇല്ലെങ്കിലും. ഇത് ലിഖായൽ ബാബുൽ മഫ്തൂഹ് 179 കാണാം. സാധ്യമാവുന്നവർ എന്ത് ചെയ്യണം? അവർക്ക് ഭരണാധികാരിയെ സ്വകാര്യമായി ഉപദേശം നൽകാം. അങ്ങനെ ചെയ്യുന്നവർ ആരായാലും, അവർ നന്മ ഉദ്ദേശിക്കുന്ന അമുസ്ലിങ്ങളാണെങ്കിലും നമുക്ക് മാനസികമായി പിന്തുണ നൽകാം. കാരണം സഹാബാക്കൾ റളിയല്ലാഹു അൻഹു ഒലിവത്ത് റോം എന്ന സൂറത്ത് റൂമിൻ്റെ തുടക്കത്തിൽ റോം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അവർ ക്രൈസ്തവരായിരുന്നു. അവർ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ വിജയിച്ചപ്പോൾ സന്തോഷിച്ചിരുന്നു. അവർ ക്രൈസ്തവരാണ്, അമുസ്ലിങ്ങളാണ്. അപ്പോൾ അവരുടെ വിജയത്തിൽ, നമുക്ക് നന്മ ഉദ്ദേശിക്കുന്ന അമുസ്ലിങ്ങളുടെ വിജയത്തിൽ നമുക്ക് സന്തോഷം പ്രകടിപ്പിക്കാം. അവർക്ക് മാനസികമായ പിന്തുണ നൽകാം. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് നന്മ ഉദ്ദേശിക്കുന്ന മുസ്ലിങ്ങൾ ഇങ്ങനെ ഭരണാധികാരിയെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മാനസികമായി പിന്തുണക്കാം. ഇനി പരാതികൾക്ക് കോടതിയെ സമീപിക്കാം. ഇതെല്ലാം ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. ഇനി കോടതി വിധി എതിരാണെങ്കിൽ നമ്മൾ ക്ഷമിക്കുക വേണ്ടത്. വീണ്ടും നമ്മൾ ഒരു ആത്മപരിശോധന നടത്തുക. നമ്മളിൽ തെറ്റ് വരുന്നുണ്ടോ? അങ്ങനെ നമ്മൾ സ്വയം നന്നാവുക, ദുആ ചെയ്യുക. അപ്പോൾ അള്ളാഹു സഹായിക്കും, വിജയം നൽകും. കോടതിയിൽ പോകുന്നതും അവിടെ അമുസ്ലിങ്ങളാണെങ്കിൽ അവർ നല്ല മുസ്ലിങ്ങൾക്ക് ബാധിക്കുന്നവരുണ്ട്, നമ്മളെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അവരെ നമുക്ക് മാനസികമായി നമുക്ക് പിന്തുണക്കാം. ബാറക്കല്ലാഹു ഫീക്കും. ചിലർ ചോദിക്കാം, അപ്പോൾ പിന്നെ മുസ്ലിം രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിന്നാൽ അത് ദോഷം ചെയ്യില്ലേ എന്ന് അവർ ചോദിച്ചേക്കാം. അത് മുസ്ലിങ്ങൾ രാഷ്ട്രീയത്തിലുള്ളത് കൊണ്ടാണല്ലോ സമൂഹത്തിന് കുറേ നന്മകൾ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. മുസ്ലിങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകില്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചിലരെ കൊണ്ട് ചെയ്യിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലയുഇദു ഹാസ ദീന ബിർറജുലി ഫാജിറി. അള്ളാഹു ഈ ദീനിനെ പാപിയായ ഒരാളിലൂടെയും സഹായിക്കും. ഇത് സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസാണ്. അതുകൊണ്ട് അള്ളാഹു പാപികളായ മനുഷ്യരെ കൊണ്ടും ദീനിനെ സഹായിക്കും. എന്നാൽ അള്ളാഹു ഈ പറഞ്ഞ ഹദീസിലെ വ്യക്തിയോട് തൃപ്തിപ്പെട്ടിട്ടില്ല. കാരണം ഈ പാപിയായ വ്യക്തി മുസ്ലിങ്ങളെ യുദ്ധത്തിൽ സഹായിച്ചിട്ടുണ്ടെങ്കിലും, ഇസ്ലാമിന് ഗുണം ചെയ്തിട്ടുണ്ടെങ്കിലും, പ്രത്യക്ഷത്തിൽ ഇസ്ലാമിന് ഗുണം ചെയ്തിട്ടുണ്ടെങ്കിലും, പിന്നീട് അദ്ദേഹത്തിൻ്റെ മുറിവിൻ്റെ വേദന കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും അദ്ദേഹം വലിയ പാപം ചെയ്തതുകൊണ്ട് നരകശിക്ഷയ്ക്ക് കാരണമാവുകയാണ് ചെയ്തത്. ഇവിടെ പറയുന്നത്, അതുകൊണ്ട് രാഷ്ട്രീയത്തിലുള്ള മുസ്ലിങ്ങൾ അവരെല്ലാം പാപികളാണെന്നും അവരെല്ലാം നരകത്തിൽ പോകുന്നല്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ടേ ഉള്ളൂ. അള്ളാഹു പല വ്യക്തികളെ കൊണ്ടും
അത് പാപികളായവരെ കൊണ്ടും തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ കൊണ്ടും അള്ളാഹു ഈ ദീനിനെ സഹായിക്കും. ഇതെല്ലാം അപ്പോൾ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചിലരെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്നാൽ നമുക്ക് വ്യക്തമായി രാഷ്ട്രീയം എന്നത് നമുക്ക് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് വ്യക്തമായല്ലോ. അത് അധികാരം തേടിക്കൊണ്ടല്ല. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴാണ് നമുക്ക് ലഭിക്കുക? അള്ളാഹു പറയുന്നു, ഇൻ തൻസുറുല്ലാഹ വയൻസുറുക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. ഇത് സൂറത്ത് 47 അധ്യായം 7 വചനത്തിൽ പറഞ്ഞതാണ്. എങ്ങനെ അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ശരിയായ വിശ്വാസമുണ്ടാകണം, സുന്നത്തുകളുണ്ടാകണം, ശരിയായ ആരാധനാക്രമങ്ങളുണ്ടാകണം, ശരിയായ മന്നജ് ഉണ്ടാകണം, രീതിശാസ്ത്രമുണ്ടാകണം. മന്നജും അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്. സൂറത്തുൽ മാഇദയിലെ 48 ലികുല്ലി ജഅൽനാ മിൻകും ശിർഅതൻ വ മിൻഹാജൻ. എല്ലാ ഉമ്മത്തിനും അതിൻ്റേതായ ശരീഅത്തും മൻഹജും ഉണ്ട്, രീതിശാസ്ത്രമുണ്ട്. ശരീഅത്തിനെ മാറ്റാൻ പാടില്ല, അതേപോലെ മൻഹജും മാറ്റാൻ പാടില്ല. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് നമ്മുടെ മൻഹജ് ശരിയായിരിക്കണം. ഭരണാധികാരികളുടെ സമീപനം എങ്ങനെ? മൻഹജ് ശരിയായിരിക്കണം. നിസ്കാരത്തിൽ മാത്രം നമ്മൾ കിബില നോക്കിയിട്ട് നിസ്കാരം ശരിയാക്കിയാൽ പോരാ. എല്ലാത്തിനും, എല്ലാ ആരാധനാക്രമങ്ങൾക്കും അതിൻ്റേതായ ഷർത്തുകളും റുക്കുനുകളും ഒക്കെ ഉണ്ട്. അതേപോലെ നമുക്ക് ശരിയായ സ്വഭാവം ഉണ്ടാകണം. നമുക്ക് സത്യത്തിനോടാണ് നമുക്ക് ഐക്യമുണ്ടാകേണ്ടത്. നമുക്ക് ക്ഷമയുണ്ടാകണം, വിവേകം ഉണ്ടാകണം. വികാരത്തോടെ നമ്മൾ ഒരിക്കലും പ്രതികരിക്കരുത്. ഒരിക്കലും വികാരത്തെ ഖുർആൻ്റെ സുന്നത്തിൻ്റെ മേലെ ആക്കരുത്. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു എന്ത് പഠിപ്പിച്ചോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചോ, സഹാബാക്കൾ അതെങ്ങനെ മനസ്സിലാക്കിയോ, എങ്ങനെ കർമ്മത്തിൽ കൊണ്ടുവന്നോ, അതായിരിക്കണം നമ്മുടെ മൻഹജ്, നമ്മുടെ രീതിശാസ്ത്രം. മുസ്ലിം സമൂഹത്തിന് ഇന്നത്തെ തിന്മകൾ നിറഞ്ഞ രാഷ്ട്രീയം കൊണ്ട് ഉയരുക പ്രയാസമാണ്. ഉയർച്ച ഉണ്ടാക്കുന്നത് ഖുർആനും സുന്നത്തിലേക്കുമുള്ള മടങ്ങി വരവിലൂടെയാണ്. സഹാബിമാരുടെ മനസ്സിലാക്കലൂടെ അവ മനസ്സിലാക്കലാണ്. കാരണം അവരാണ് ഖുർആനും സുന്നത്തും നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് പഠിച്ചത്. നമ്മൾ പണ്ഡിതന്മാർക്ക് ഈ സഹാബാക്കളെ പിൻപറ്റി ജീവിതത്തിൽ കൊണ്ടുവരുന്ന പൂർവികരും ആധുനികരുമായ പണ്ഡിതന്മാരെ നമ്മൾ പിൻപറ്റണം. അവർക്ക് ബഹുമാനം നൽകണം. നമ്മുടെ സ്വന്തം ഹൃദയങ്ങളും വീടുകളും ശുദ്ധീകരിക്കണം. അവിടെയാണ് തുടക്കം. ഇഖാമത്തു ദീൻ എന്നിവർ പറയും. വിദേഹത്തിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പറയും ഇഖാമത്തു ദീൻ, ദീൻ സ്ഥാപിക്കണം. അതാദ്യം എവിടെയാണ് സ്ഥാപിക്കേണ്ടത്? അതാദ്യം സ്ഥാപിക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ കുടുംബങ്ങളിലുമാണ്. ബാറക്കല്ലാഹു ഫീക്കും. മറ്റൊന്ന്, ഇന്ന് നമ്മൾ വാർത്തകളുടെ മുമ്പിലാണ്. സൂക്ഷ്മമായി പഠിക്കുന്ന വാർത്തകൾ. ആ സൂക്ഷ്മമായ പഠനം ദീനിനാണ് വേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലബുൽ ഇൽം ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമീൻ. ദീൻ, വിജ്ഞാനം തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. അപ്പോൾ അത് സ്ത്രീയും പെട്ടു, അതിൽ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീയും പെട്ടു. പക്ഷെ നമ്മളിന്നോ എവിടെ ദീൻ പഠിക്കാൻ സമയം കാണുന്നു? നമ്മുടെ സമയം മുഴുവൻ ദീനിനാണ് ചിലവാക്കേണ്ടത്, അല്ലാണ്ട് വാർത്തകൾ വായിച്ചിങ്ങനെ ഓരോ സെക്കൻഡും എന്താ സംഭവിക്കുക എന്ന് കാണാനല്ല. തീർച്ചയായിട്ടും നമ്മൾ ലോകത്തെന്താ നടക്കുന്നത്, നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുന്നു എന്നുള്ളൊരു വിവരം നമുക്ക് ഉണ്ടാകണം, അതിൽ സംശയമില്ല. നേരത്തെ പറഞ്ഞല്ലോ, സഹാബാക്കളും പിന്നെ ക്രൈസ്തവരെ കുറിച്ച് അറിഞ്ഞിരുന്നു. അതവർ വളരെ വിദൂരമായ പ്രദേശത്തായിരുന്നു. പക്ഷേ നമ്മുടെ സമയം മുഴുവൻ അതിന് ചിലവാക്കി കളയരുത്. നമ്മുടെ സമയം മുഴുവൻ ദീൻ പഠിക്കാൻ, വിശ്വാസം ശരിയാക്കാൻ, എന്താണ് സുന്നത്ത് എന്ന് പഠിക്കാൻ, എന്താണ് ബിദ്അത്ത് എന്ന് പഠിക്കാൻ, ഹറാമെന്ന് വിട്ടു നിൽക്കാനാണ് നമ്മൾ നമ്മുടെ സമയം ചിലവാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ മുസ്ലിങ്ങൾ ദീൻ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ തിരിക്കണം. രാഷ്ട്രീയം ദീനിൻ്റെ ഒരു കേന്ദ്രമാക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, അത് മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുകയോ ഭിന്നിപ്പാണ് വരാം. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിന്ന് കാണാം മുസ്ലിങ്ങൾ ഭിന്നിച്ചിട്ട് രാഷ്ട്രീയത്തിലും. നമ്മുടെ വിജയം പാർലമെൻറ്റിൽ നിന്നല്ല, തെരുവിൽ നിന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കില്ല, നമ്മളിപ്പം അധികാരം തേടിയിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. ഖുലഫാഉ റാഷിദീങ്ങൾ രാഷ്ട്രീയത്തിലൂടെയല്ല
മത്സരത്തിലൂടെ, രാഷ്ട്രീയ മത്സരത്തിലൂടെയും പ്രബോധനത്തിലൂടെയുമല്ല അവർ അധികാരത്തിൽ വന്നത്. സഹാബിമാർ കുഴപ്പമുണ്ടായപ്പോൾ ആയുധം എടുത്തിട്ടില്ല. ഇമാം അഹമ്മദ് റഹിമഹുല്ല വിപ്ലവം ഉണ്ടാക്കിയിട്ടില്ല. ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടും ജയിലിൽ അടക്കപ്പെട്ടിട്ടും അദ്ദേഹം ഭരണാധികാരിക്കെതിരെ തിരിഞ്ഞിട്ടില്ല. എന്നാൽ അവരുടെ വിദ്വത്തുകൾ പറഞ്ഞിരുന്നു. ബാറക്കല്ലാഹു ഫീക്കും. അതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. വിദ്വത്തിനെയാണ് ശ്രദ്ധിക്കേണ്ടത്, രാഷ്ട്രീയമല്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഭരണാധികാരിയോട് നമ്മൾ സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ആ ഹദീസ് എന്താ പറയുന്നത്? ഇന്ദ സുൽത്താനൻ ജാരി എന്ന ഭരണാധികാരിയുടെ അടുത്ത് സമീപത്ത് എന്നാണ് പറഞ്ഞത്. അല്ലാതെ മാധ്യമങ്ങളിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും അത് ചെയ്യുമ്പോൾ അത് നാട്ടിൽ കലാപമുണ്ടാക്കാനുള്ളൊരു സാഹചര്യമേ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് ഭരണാധികാരിയോട് നമുക്ക് സമീപത്തുനിന്ന് പറയാം. അങ്ങനെ പറയുന്നവരുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ പറയുന്ന നല്ല മുസ്ലിങ്ങൾ നമുക്ക് മാനസികമായി പിന്തുണക്കാം, കത്ത് മുഖേനയാകാം. അല്ലാതെ പ്രക്ഷോഭ സമരങ്ങൾക്ക് ഇസ്ലാമിൽ തെളിവില്ല. അത് ബിദ്അത്താണ്, നരക ശിക്ഷ കൊണ്ട് താക്കീത് ചെയ്ത ബിദ്അത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത, സഹാബാക്കൾ ചെയ്യാത്ത, കാരണം ഈ സമരങ്ങളൊക്കെ നല്ലതായിരുന്നെങ്കിൽ സഹാബാക്കൾ അത് ആദ്യം ചെയ്യുമായിരുന്നു. സഹാബാക്കൾ റളിയല്ലാഹു അൻഹു അത് ചെയ്തിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇതാണ് സുന്നത്ത്. അപ്പോഴാണ് ദീൻ നിലനിൽക്കുക. അപ്പോഴാണ് സുന്നത്ത് സംരക്ഷിക്കപ്പെടുക. അപ്പോഴാണ് മുസ്ലിം സമൂഹത്തിൻ്റെ നിലനിൽപ്പ് സാധ്യമാവുക. ബാറക്കല്ലാഹു ഫീക്കും. ഇതാണ് സലഫുകളുടെ മാർഗം. ഇതാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വഴി. ഇതാണ് സഹാബാക്കളുടെ വഴി. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് നമ്മൾ ഇത് ആഴത്തിൽ പഠിക്കുക. നമ്മൾ പ്രമാണങ്ങൾ യഥാർത്ഥ സോഴ്സസ് പഠിക്കുമ്പോഴേ നമുക്ക് ഇസ്ലാമിൻ്റെ ശരിയായ വിജ്ഞാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് പിഴവിലേക്കും, ഇപ്പോൾ ഈ വിഷയമാണെങ്കിൽ, രാഷ്ട്രീയ വിഷയമാണെങ്കിൽ അത് നാട്ടിൽ കുഴപ്പങ്ങൾക്കും കലാപത്തിനും നമ്മുടെ പരാജയത്തിനുമേ കാരണമാവുകയുള്ളൂ. അള്ളാഹുവേ നമ്മെ ആ സലഫുകളുടെ മാർഗം മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ ആക്കിത്തരണമേ. കുഴപ്പങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കണമേ. നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കണമേ. നമ്മുടെ ദീൻ സംരക്ഷിക്കണമേ. നമ്മളിൽ യഥാർത്ഥ വിശ്വാസം ഉണ്ടാകണമേ. സുന്നത്തുകൾ പിൻപറ്റുന്നവരാക്കണമേ. ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നവരാക്കണമേ. ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാക്കണമേ. വിദ്അത്തുകൾ ഒഴിവാക്കുന്നവരാക്കണമേ. പരീക്ഷണങ്ങൾ അല്ലാഹുവേ നമുക്ക് വിജയം നൽകണമേ. അനുസരണത്തിലൂടെ ഈ മുസ്ലിം സമൂഹത്തിന് മാന്യത നൽകണമേ. അല്ലാഹുവേ നിന്ദ്യത നീക്കണമേ. നമുക്ക് സഹായവും വിജയവും നൽകണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. നമുക്കവിടെ നിർത്താം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.